ഹലോ ഫ്രണ്ട്സ്, മഴ മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കടകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവർദ്ധന ചെറിയ ഭയമൊക്കെ ഉണ്ട് കേട്ടോ, തുറന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പോലീസിനോട് ഞാൻ പോയി സംസാരിച്ചു തന്നു, അവർ പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ പിന്നെയും ഗോവർദ്ധനം പറയുന്നുണ്ട്, നമ്മുടെ അലീന ഇപ്പോൾ ശരണ്യെ കാണാൻ പോകുന്നുണ്ടല്ലോ ബാലേട്ടാ, പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ അവൾ പോണത്? ബാലേട്ടൻ എന്തിനത് സമ്മതിച്ചത്? കൊള്ളാം, ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു പക്ഷേ അവൾ പോവില്ലായിരിക്കാം, എന്നാലും അതൊരു കരടായിട്ട് അവളുടെ മനസ്സിൽ കിടക്കും. അവൾക്ക് കുടുംബപരമായിട്ടുള്ള ജീവിതം ഒക്കെ കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമല്ലേ. അതിനു മുമ്പ് വരെ അവളെ അങ്ങനെയാണോ വളർന്നത്? ആലംബരായർക്ക് അഭയം കൊടുക്കാനും ആരോരുമില്ലാത്തവർക്ക് ശരണം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അമ്മയാണ് അവളെ വളർത്തിയത്. അപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് നമുക്കവളെ നിർബന്ധിക്കാൻ പറ്റില്ല. അവൾ ശരണ്യയുടെ അടുത്ത് പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ശത്രുവാണ് ശരണ്യ എന്നുള്ളത് കൊണ്ടല്ല അവൾ പോകുന്നത്. അവൾക്കൊരു തുണയാവണം എന്നുള്ളത് കൊണ്ടാണ്. ഈ വീട്ടിലെ അംഗത്തെ പോലെയല്ല അവൾ പോകുന്നത്, സ്നേഹനികേതത്തിൽ നിന്നും പോകുന്നത് പോലെ അവൾ പോകുന്നത്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പോയും വന്നും ഒക്കെ ഇരിക്കുമ്പോൾ ആ കുട്ടിയായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രോഹിത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാൻ? അങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഗോവർദ്ധന. പിന്നെ അലീന അങ്ങനെയൊന്നും കേൾക്കുന്നൊരു കുട്ടിയും അല്ല. അവളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം, എന്നാലും എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെട്ടാലോ എന്ന് വെച്ചിട്ടാണ്. അതൊക്കെ വഴിയുള്ള കാര്യമല്ലേ. ഇനിയിപ്പോൾ എനിക്കും അവനെ ഒന്ന് കാണണം. ഇപ്പം ജയിലിലല്ലേ, പോയി കാണാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? മക്കളായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയാൻ കേട്ടോ ഗോവർദ്ധനോട്. എന്നിട്ട് പറയുന്നുണ്ട്, ഉറപ്പ് കൊടുക്കുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട് കട തുറക്കാം കേട്ടോ. എല്ലാം തുറന്നില്ലെങ്കിലും കുറച്ചെങ്കിലും തുറന്നു വയ്ക്കണം. അങ്ങനെ ആ തീരുമാനം കേട്ടിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് പോവാണ്. അതുപോലെ തന്നെ ശിവനും പിന്നെ നമ്മുടെ കമലയും കൂടെ നേരെ വൈജയെ കാണാൻ പോവാണ് കേട്ടോ ആശുപത്രിയിൽ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണ കൂട്ടത്തിൽ നമ്മുടെ വൈജ പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വളരെ ഒരു നിർഭാഗ്യമായി പോയി. എന്തൊക്കെയായാലും ആരൊക്കെയോ പിടിച്ച് കത്തിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അവൾ രക്ഷപ്പെട്ടില്ലേ. വല്ലാത്തൊരു ജാതകം തന്നെയാണ് അവളുടെ. അപ്പോഴത്തെ കമല പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ തീപ്പെട്ടി കത്തിച്ചപ്പോഴേ അത് കത്തിയിലാന്ന്. ഇന്നത്തെ കാലത്ത് ആരാ ഈ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നത്? വല്ല ലൈറ്ററോ മറ്റോ ഉപയോഗിച്ചുകൂടായിരുന്നോ? അന്നേരം തോന്നുന്നതായിരുന്നല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ ശിവന് നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. വൈജെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം നീ പറയാൻ. എനിക്ക് ഇതിൽ കൂടെ ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല. ഞാൻ പറയേണ്ടതൊക്കെ പറയും. പിന്നെ അവൾ അവിടെ പോകുന്നതുകൊണ്ട് നമുക്കെന്താ ഗുണം? ഒരു ഗുണവും ഇല്ല. നമ്മുടെ മക്കളെയൊക്കെ പിടിച്ച് ജയിലിലാക്കിയിട്ട് അവൾ അടുത്തേക്ക് പോയിരിക്കുന്നു. അവൾ നമ്മളെ കൂടെയാണോ നിൽക്കേണ്ടത് അതോ മറ്റവളെ കൂടെയാണോ നിൽക്കേണ്ടത് എന്നൊക്കെ കമല അങ്ങ് തകർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശിവേട്ടാ, ഇവളീ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രയോജനമുണ്ടോ? രോഹിത്തിനോ ഹരിക്കോ പുറത്തിറക്കാൻ അവളെ കൊണ്ട് പറ്റുമോ? പിന്നെ നിങ്ങൾ വക്കീലിനെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഹരിക്ക് വേണ്ടിയിട്ട്? അതെന്താടി നീ അങ്ങനെ ചോദിക്കുന്നത്? രണ്ടും നമ്മുടെ മക്കളല്ലേ, രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ലേ അന്ന് വക്കീലിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നെങ്കിലും അന്നത്തെ ദിവസമല്ലേ, അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയില്ല. ഇനിയിപ്പം 30 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതും ഉറപ്പൊന്നുമില്ല. വീണ്ടും റിമാൻഡിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? പോരാഞ്ഞിട്ട് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കില്ലേ പ്രതികൾ. അതുകൊണ്ട് ഇവർ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലും നല്ല ഒരു വക്കീലിനെ വെച്ച് മാത്രമേ വാദിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി കുറേ പണം ഇറക്കിയാലും കുഴപ്പമില്ല. എന്തായാലും ഹരിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ രോഹിത്തിനെ മറന്നു പോവല്ലേ, അവനും കൂടെ വേണ്ടി ഇറങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. അതെന്താ അങ്ങനെ പറയണേ? രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യും. പിന്നെ ബാലചന്ദ്രൻ ഇതുവരെയും ഇതിനെപ്പറ്റിയൊന്നും എന്നോടും വിളിച്ച് പറഞ്ഞിട്ടില്ല. ബാലേന്ദ്രൻ്റെ കാര്യം നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കമല വീണ്ടും ശിവനോട് പറയാം, അതെ ബാലചന്ദ്രനെ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കുക. ഈ അലീനയുടെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും തടയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സംസാരിക്കുക. വല്ല കൈക്കൂലിയോ കുറച്ച് പൈസയോ കൊടുത്ത് ഒതുക്കാൻ പറ്റുമോ ആ പെണ്ണിനെ? ഇവളുമായിട്ട് നല്ല കൂട്ടായ സ്ഥിതിക്ക് അലീനയോട് കയ്യിൽ കുറച്ച് പൈസ കൊടുത്തയച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് ശിവൻ. എന്നിട്ട് സ്പീക്കറിൽ ഫോണിട്ട് അവരൊന്ന് സംസാരിക്കുക. പക്ഷേ ബാലചന്ദ്രൻ പറയുവാണ്, അതെ അതൊന്നും നടക്കില്ല ശിവേട്ടാ, നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമില്ല. അലീന അങ്ങനെയൊന്നും ചെയ്യാനും പോകുന്നില്ല. പിന്നെ തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷ അനുഭവിക്കണ്ടേ? അല്ല, രോഹിത്തും ഹരിയും നമ്മുടെ വീട്ടിലെ കുട്ടികളല്ലേ, അതെ
ആരായാലും ശരി തന്നെ, എല്ലാവരുടെ കാര്യം കൂടി തീർത്ത് തന്നെ പറയണം. എന്നാലും എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ ഇങ്ങ് വരാവോ? ആ ശരിയെന്ന് പറയുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ മനു അവിടെയുണ്ട്. മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒത്തിരി കാലം കൂടിയിട്ടാണല്ലോ ബാലചന്ദ്രൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പ്രശ്നങ്ങളും അടിയും വഴക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പിണങ്ങി പിരിഞ്ഞതല്ലേ. അതിനുശേഷം ഇപ്പോഴും കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അങ്ങനെ വന്ന് അകത്ത് കയറുമ്പോൾ തന്നെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നേരെ ചൊവ്വേ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കില്ല. ഈ കമലേട്ടത്തിൻ്റെ വാക്കും കേട്ടുണ്ട് ശിവേട്ടൻ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ശിവേട്ടെങ്കിലും കുറച്ച് ബുദ്ധിയില്ലേ ഇതൊക്കെ ആലോചിക്കാനൊക്കെ. എന്തായാലും എനിക്ക് രോഹിത്തിനെ കാണാനായിട്ട് ജയിലിൽ പോകണം. മക്കളായി പോയില്ലേ, കണ്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി അവനൊന്ന് കാണണമെന്ന് തീരുമാനിച്ചിരിക്കുകയെന്ന് ശിവനോട് പറയണം കേട്ടോ. എന്തായാലും ശിവേട്ടൻ പോയി ഹരിയൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടു. ഞാൻ എന്തായാലും അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ കാണുമ്പോൾ ഒരു വല്ലാതെ ആവുന്നുണ്ട്. കാരണം ബാലചന്ദ്രനെ ഒത്തിരി കുറ്റപ്പെടുത്തിയതാണല്ലോ ആദ്യമൊക്കെ. അതൊക്കെ കണ്ടിട്ട് ബാലേന്ദ്രനോ അതെ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴും സുഖാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത് കേട്ടോ. ഇതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട്, നിൻ്റെ ഭാഗത്തും ചില തെറ്റുകൾ ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് എന്താ തെറ്റും? കല്യാണത്തിന് മുന്നേ പിഴച്ച് പെറ്റൊരു പെണ്ണ് സ്വന്തം മകളെ വേറൊരുത്തൻ്റെ തലയിൽ പിടിച്ച് കെട്ടി വെക്കുമ്പം നല്ലൊരു ജീവിതവും നല്ലൊരു ഭർത്താവുമാണ് കിട്ടിയത്. അതുകൊണ്ട് നീ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവരുടെ അടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് വേണ്ടേ ഒരു മോളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ? അത് നിങ്ങൾ ചെയ്തോ? ഇല്ല. എന്നിട്ടിപ്പോൾ എന്നെ കുറ്റം പറയുന്നോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ബാല, നീ അവളെ തുടക്കത്തിൽ നിയന്ത്രിക്കേണ്ടതായിരുന്നു. അതാ ഞാൻ നിയന്ത്രിക്കുന്നതിന് മുന്നേ അമ്മ നിയന്ത്രിക്കണമായിരുന്നു, ചെയ്തില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അനുഭവിക്കുക തന്നെ. എല്ലാം അറിഞ്ഞും അറിയാതെയാണ് ഇത്രയും നാൾ ഞാൻ ചതിക്കപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ജീവിച്ചത്. പക്ഷേ ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ടും നിങ്ങളുടെ മകളുടെ അഹങ്കാരം തീർന്നിട്ടുണ്ടോ? കയ്യും കാലും നടുവും ഒക്കെ ഒടിഞ്ഞ് ആശുപത്രി കിടപ്പുണ്ട്. എന്നിട്ട് അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലല്ലോ. ബാലേന്ദ്ര, നീ എന്നിങ്ങനെ കുത്തി കുത്തി പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അവസാനം ബാലേന്ദ്രനും കൂടുതലായിട്ടൊന്നും അമ്മയൊന്നും പറയണില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ അവരങ്ങ് വല്ലാതെ ആവാണ് കേട്ടോ. സാരമില്ല, അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നും അല്ല എന്നൊക്കെ പറയാം. പക്ഷേ അലീനെ എന്തായാലും കാണണമെന്ന് ശിവൻ പറയാനുണ്ട് കേട്ടോ. അലീനെയും കൂട്ടി വരികണം, അതിന് സംസാരിക്കണം. അങ്ങനെ അലീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇവരെല്ലാവരും തയ്യാറാവാണ്. എന്തെങ്കിലും തടയുമെങ്കിൽ അത്രയും ആവുമല്ലോ എന്ന് വെച്ചിട്ട്. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്